الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി മനസ്സറിഞ്ഞ് നാവുകൊണ്ട് പറയാൻ ഒരു മുസ്ലിമിന്റെ ജീവിത പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിന്റെ ജീവിക്കുന്നതിന്റെ മാതൃകയായിക്കൊണ്ടാണ് സൂറത്തു ഫാത്തിഹയിലെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന അല്ലാഹുവിനോടുള്ള സാക്ഷ്യവാക്യം. അത് ജീവിതത്തിന്റെ മർമ്മമാണ്. അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മോക്ഷത്തിന്റെ മാർഗവും. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരു അഅറാബി വരികയാണ്. അന്ന അഅറാബിയൻ അതൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക സദസ്സിലേക്ക് ആ മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമൽതുഹു ദഖൽതുൽ ജന്ന. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ പ്രവർത്തിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് എങ്ങനെ സ്വർഗത്തിലേക്ക് എത്താം എന്ന ഈ ചോദ്യത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, തഅബ്ദുല്ലാഹ് ലാ തുശ്രികു ബിഹി ഷൈഅ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുക. വതുഖീമുസ്സലാ അൽ മക്തൂബ, നിനക്ക് നിശ്ചയിക്കപ്പെട്ട ഫർളായ നമസ്കാരങ്ങൾ ചിട്ടയായി നിർവഹിക്കുക. വതുഅദ്ദി അസ്സകാത്തൽ മഫ്റൂള, ഫറളായ നിന്റെ സമ്പത്തിനുള്ള സക്കാത്ത് നീ കൊടുക്കുക. വതസൂമു റമളാൻ, റമളാനിൽ നീ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. ഉടനെ ആ അഅറാബി പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി,
അള്ളാഹുവാണ് സത്യം, ലാ അസീദു അലാ ഹാദാ, ഇതിലപ്പുറം ഞാൻ ഒന്നും ഇനി വർദ്ധിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് തിരിച്ചുപോയി. ഫലമ്മ വല്ല, അദ്ദേഹം തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സർറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൻദുർ ഇലാ ഹാദാ, ആ മനുഷ്യനിലേക്ക് നോക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾക്ക് ഉണ്ടാവണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ച ഒന്നാമത്തെ ഗുണം തഅബ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുക. അവിടെ അള്ളാഹ് നിർത്തിയില്ല, വലാ തുശ്രികു ബിഹി ഷൈഅ, ഒന്നുകൊണ്ടും അള്ളാഹുവിൽ നീ പങ്കു ചേർക്കാതെയാണ് അവനെ ആരാധിക്കേണ്ടത്. ഇവിടെയാണ് ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം നാം തിരിച്ചറിയേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ തട്ടി യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തിയാൽ അവന് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ നൽകുമെന്നാണ്, ആഖിറത്തിൽ സ്വർഗ്ഗവും നൽകും. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറു ദുആ, ഏറ്റവും ഖൈറായ ദുആ ദുആഉ യൗമി അറഫ, അറഫാ ദിനത്തിൽ ഒരു അടിമ അല്ലാഹുവിനോട് നടത്തുന്ന ആ ദുആക്കാണ് ഉത്തരം കിട്ടുക. അതാണ് ഏറ്റവും ഖൈറായ ദുആ. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, വഖൈറു മാ ഖുൽതു, ഈ പറയുന്നതിൽ ഏറ്റവും ഖൈറായത് നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപത്യം, വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഈ വാക്കാണ് ഞാനും എന്റെ പൂർവികരായ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്. അത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. റഹ്മാനായ റബ്ബ് എന്നെ കൈവിടാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരുദർശനം ലഭിക്കണം, ഞാനൊന്ന് ദുആ ഇരുന്നാൽ അള്ളാഹു എന്നെ സഹായിക്കണം, എന്റെ പാപങ്ങൾ പുറത്ത് എനിക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടണം. ഈ ഒരു സ്വപ്നമില്ലാത്ത ആരും ഈ പള്ളിയിൽ ഇല്ലല്ലോ സുഹൃത്തുക്കളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. തൗഹീദ് അത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നവരെയാണ് അല്ലാഹു സഹായിക്കുന്നത്. അള്ളാഹു അവരെ പ്രത്യേകമായി സഹായിക്കും, അവർക്ക് പ്രത്യേകമായ സുരക്ഷിതത്വം നൽകും. നോക്കൂ, നിങ്ങൾ തൗഹീദ് സ്വീകരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതൊരു സമുദായത്തിന് ഒന്നിച്ചു സുരക്ഷിതത്വമാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നോക്കൂ. ബനൂ ഇസ്രായേലുകാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാണ്, അവർ ഏറ്റവും കൂടുതൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടവരാണ്. നമ്മളെക്കാൾ എത്രയോ 10 മടങ്ങ് ഫിർഔനിന്റെ കഠിനമായ ശിക്ഷകളിലൂടെ, അപമാനപ്പെടുത്തലുകളിലൂടെ ആ സമുദായം കടന്നു പോയിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിക്കുകയും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അത്രയും കാലം ഫിർഔനിനും കൂട്ടർക്കും നൽകിയിരുന്ന മുഴുവൻ സമ്പത്തിന്റെയും ഉടമസ്ഥാവകാശം ബനൂ ഇസ്രായേലുകാർക്ക് നാം നൽകി എന്നാണ്. ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ, അവരെ മുഴുവൻ അവരുടെ തോട്ടങ്ങളിൽ നിന്ന്, അവരുടെ നീരുറവകളിൽ നിന്നും നാം അവരെ പുറത്താക്കി. ആരെ? ആ ഖിബ്തി സമൂഹത്തെ മുഴുവൻ അല്ലാഹു പുറത്താക്കി. വകനൂസിൻ വമഖാമിൻ കരീം, അവരുടെ സമ്പത്തിന്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന്, അവരുടെ വലിയ വലിയ വാസസ്ഥലങ്ങളിൽ നിന്ന് അവരങ്ങനെ ഈ ബനൂ ഇസ്രായേലുകാരെ പിന്തുടർന്നു വന്നു, അവരെ പൂർണ്ണമായി നശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കദാലിക്, അപ്രകാരമാണ്, വഔറസ്നാഹാ ബനി ഇസ്രായേൽ, അതൊക്കെ നാം ഇസ്രായേൽ സന്തതികൾക്ക് അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എപ്പോഴാണ് അല്ലാഹു അവർക്ക് ഈ സൗഭാഗ്യം നൽകിയത്?
ഏകനായ റഹ്മാനായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ. ഒന്നിനെയും പങ്കിച്ച ഖാലിസ മുഖ്ലിസ്വീങ്ങളായി അള്ളാഹിനെ സ്വീകരിച്ചപ്പോഴാണ്. നോക്കൂ നിങ്ങൾ, തൗഹീദ് ഉൾക്കൊണ്ടാൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളെ പോലും അതിജയിക്കുവാനുള്ള ശക്തി അള്ളാഹു നൽകും. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹ്, ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ദീനൊന്ന് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ബഹുദൈവാരാധന, അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നവനാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ തീകുണ്ടാരമൊരുക്കി അവരെല്ലാവരും ഈ മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടി, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ നശിപ്പിക്കുവാൻ വേണ്ടി ഒത്തൊരുമിച്ചു കൂടി, സമ്പത്ത് ചെലവഴിച്ചു, സമയം ചെലവഴിച്ചു. അവർ കാത്തിരുന്നു. അവരെന്താ പറഞ്ഞത്? ഖാലു, ആ ഭരണാധികാരിയും അവിടത്തെ പൂജാരികളും പറഞ്ഞു, ഹർരിഖൂഹു, ഇവനെ നിങ്ങൾ ചുട്ടരിച്ചു കളയണം. വൻസുറു ആലിഹത്തക്കും, അങ്ങനെ നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കണം. ഇൻ കുൻതും ഫാഇലിൻ, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. അത്രമാത്രം അവരെ മോട്ടിവേറ്റ് ചെയ്തു. ആ തീക്കുണ്ടാരത്തിലേക്ക് അവർ സമ്പത്തൊഴുക്കി. എങ്ങനെ? നെയ്യും അത് കത്തിക്കുവാനുള്ള വിറകുമായി അവർ കാത്തിരുന്നു. അല്ലേ? അവരങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കെ റഹ്മാനായ റബ്ബിന്റെ സഹായം. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറുക. അള്ളാഹു വെച്ചൊരു പ്രകൃതിയെ പോലും അള്ളാഹു മാറ്റിക്കൊണ്ടാണ് തന്റെ ഇഷ്ടപ്പെട്ട അടിമയെ അള്ളാഹു സംരക്ഷിക്കുന്നത്. ഇത് റഹ്മാനായ റബ്ബ് കഥ പറഞ്ഞതല്ല, തൗഹീദുള്ളവൻ അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സമ്മാനമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ജീവിതത്തിൽ തൗഹീദിനെ മുറുകെ പിടിച്ചാൽ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് വലിയ സഹായം അല്ലാഹു നൽകും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതീക്ഷ ജീവിതത്തിൽ അല്ലാഹു മാത്രമായി ഒതുങ്ങിയ ഒരു സന്ദർഭമുണ്ട്. അതെന്താ? ദുനിയാവിൽ മറ്റൊന്നും കാണാനില്ല. ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ഒരു രക്ഷയും കാണാനില്ല. റഹ്മാനായ റബ്ബുണ്ട്, ഞാൻ അവനെ മാത്രമാണ് ആരാധിക്കുന്നത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലേ? ആ ഒരു പ്രതീക്ഷയോടുകൂടി ബദറിലേക്ക് പോയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. ആ പ്രവാചകൻ പ്രാർത്ഥിക്കുക, അല്ലാഹ് നീ എന്നോട് കരാർ ചെയ്തത് പൂർത്തിയാക്കി നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ പൂർത്തിയാക്കി നൽകണമേ. എന്തിന്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ പവിത്രമായ ദീനിനെ സ്വീകരിച്ച, ദീന് മാത്രം അല്ലാഹ് എന്ന വിളി മാത്രമുള്ള ഈ ജനതയെങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ തഅബുദു ഫിൽ അർദ്, ഭൂമിയിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹ് എന്താ പറഞ്ഞത്? ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക. ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ 1000 മലക്കുകളെ അയച്ചുകൊണ്ട് നാം നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നില്ലേ? ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകിയില്ലേ? കിട്ടും. റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അല്ലാഹു നൽകും. അല്ലേ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലേ ഈ നാട്ടിൽ മുഴുവൻ പ്രയാസമുള്ളത്. ബാക്കി എല്ലാറ്റിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ട് അതെന്റെ കുടുംബം വിശ്വസിക്കണം, എന്റെ നാട്ടുകാർ അറിയണം, ഈ ഖുർആൻ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് ഒരു ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, സംരക്ഷണം കിട്ടും. നോക്കൂ നിങ്ങൾ, സഹാബുൽ കഹ്ഫിന്റെ ചരിത്രമുണ്ട്. അവർ തികഞ്ഞ ഏകദൈവ വിശ്വാസികളായിരുന്നു. നാട് ഭരിക്കുന്ന ശത്രുവായ ദഖ്യാനൂസ് രാജാവ് അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു, കൊന്നുകളയാൻ തീരുമാനിച്ചു. അല്ലേ? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? 300 കൊല്ലം അവരെ ഉറക്കിക്കിടത്തിയത്. അള്ളാന്റെ ഈ ദുനിയാവിലുണ്ടാക്കിയ സെറ്റപ്പ്, പ്രകൃതിദത്തമായ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ മാറ്റിക്കൊണ്ടാണ് അള്ളാഹ് സംരക്ഷിച്ചത്. കിട്ടും, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സഹായം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാണ് അവർക്ക് അത് കിട്ടിയത്? സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ സഹോദരങ്ങളെ? ഒരായത്തില്ലേ, വറബത്തുനാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, ധൈര്യം നൽകി. ഇത് ഖാമൂ ഫഖാലു, ഇത് പറഞ്ഞുകൊണ്ടവർ എഴുന്നേറ്റ് നിന്നപ്പോൾ
എല്ലാവരും മടിച്ചു, പറയാൻ ധൈര്യമുണ്ടായില്ല. എല്ലാവരും രാജാവിന് മുമ്പിൽ അടിമത്തപ്പണിയെടുത്തപ്പോ ഇത് ഖാമൂ ഫഖാലു, ഇത് പറഞ്ഞവർ എഴുന്നേറ്റ് നിന്നു. എന്താ പറഞ്ഞത്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ഞങ്ങളുടെ റബ്ബ്. മാത്രമല്ല ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, അവന് പുറമെ ഒരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഒന്നിനോടും ഞങ്ങൾക്ക് ബന്ധമില്ല. ലഖദ് ഖുൽനാ ഇദൻ ശത്തത്താ, ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു അന്യായമായ വാക്കായി പോകും. അതുകൊണ്ട് ന്യായമായ വാക്കാ പറഞ്ഞ് ഞങ്ങൾ ലേഖനായ റബ്ബിനെ ആരാധിക്കുന്നു. സഹോദരങ്ങളെ, ആരുമില്ലാന്ന് തോന്നിയ സമയത്ത് റഹ്മാനായ റബ്ബ് അവരെ സഹായിച്ചിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ സ്വീകരിച്ച തൗഹീദ് കൊണ്ട് റഹ്മാനായ റബ്ബ് നൽകുന്നതാണ്. തൗഹീദ് സ്വീകരിച്ചാലേ സഹോദരങ്ങളെ, ജാറത്ത് പോകാതിരുന്നാൽ, ജീവിതത്തിൽ ഐക്കല്ലും മേലസ്സൊക്കെ ഉപേക്ഷിച്ചാൽ, തങ്ങന്മാരും ബീവിമാരെയൊക്കെ മാറ്റിവെച്ച് അല്ലാഹ് എന്നൊരു വിളിക്ക്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനൊന്ന് സ്നേഹിച്ചു നോക്ക്. അല്ലാഹ് പറയാം, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അതിന് അല്ലാഹ് ഖുർആനിൽ കഥ പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം അദ്ദേഹം പറയാം. വദന്നൂൻ, അല്ലാഹ് പറയാം, വദന്നൂൻ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഇദ്ദഹബ മുഗാദിബ, ആ പ്രവാചകന് ജനങ്ങൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, തൗഹീദ് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് അവരോടൊരു ഇഷ്ടക്കേടുണ്ടായി. ആ ദേശത്തിൽ അദ്ദേഹം ഒന്ന് ഇറങ്ങിപ്പോകുന്നു. ആ പ്രവാചകൻ വിചാരിച്ചു പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കുണ്ടാക്കൂല എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി. ആ പ്രവാചകൻ അല്ലാഹു പരീക്ഷിക്കാം. എങ്ങനെ പരീക്ഷിച്ചത്? ആ വലിയ മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. എന്താ മത്സ്യം വിഴുങ്ങിയ സംഭവിക്കാം? മരിച്ചു പോകും. പക്ഷേ അല്ലാഹ് ആ പ്രകൃതിയെയും മാറ്റി. എന്നിട്ട് ആ ഇരുട്ടറയിൽ ഫനാദാ ഫുത്തുലുമാൻ, ആ ഇരുട്ടറയിൽ നിന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല, സുബ്ഹാനക, നാദാ നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്ന ശരണം ജാറ, തങ്ങള, ബീവിയ, ഹൈക്കല്ല, ഏലസ അല്ലേ? എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ തന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വന്നിട്ടുണ്ടോ എന്ന് പേടിച്ച് പിന്മാറി അല്ലാഹ് എന്ന തൗഹീദിലേക്ക് മടക്കും. പിശാചെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി. നമ്മളെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുകയും ഇതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണ്ടേ? അള്ളാഹ് സഹായിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറണ്ടേ സഹോദരങ്ങളെ? എന്തെല്ലാം പ്രതിസന്ധികളായി ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമുദായത്തെ പ്രത്യേകിച്ച് കടന്നാക്രമിക്കുമ്പോ എന്താ പരിഹാരം? നമ്മൾ ദീനുള്ളവരാകാം, തൗഹീദുള്ളവരാകാം, അള്ളാഹ് സഹായിക്കുക തന്നെ ചെയ്യും. മാത്രല്ല സഹോദരങ്ങളെ, പേടിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹ് പറഞ്ഞു, നീ തൗഹീദുള്ളവനാണോ, നിനക്ക് നിർഭയത്വം അല്ലാഹ് തരാം, ഒരു പേടി എനിക്ക് ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, അല്ലദീന ആമനൂ, വിശ്വസിച്ച ഒരു കൂട്ടർ, ആ വിശ്വാസത്തിന് പ്രത്യേകത ഉണ്ട്. വലം യൽബിസു ഈമാനുഹും ബിദ്ദുൽമ, ദുൽമ കൊണ്ട് അവരുടെ ഈമാനിനെ മലീനസമാക്കാത്തവർ, ഷിർക്ക് ചെയ്യാത്തവർ, മനസ്സുകൊണ്ട് പോലും അല്ലാഹുവല്ലാത്ത ഒന്നിനോട് രാജിയാകാത്തവർ, അത്രമാത്രം ശുദ്ധമായ തൗഹീദുള്ളവർ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇതിലും വലിയൊരു ഓഫർ ഉണ്ടോ സഹോദരങ്ങളെ? പേടിക്കാതെ ജീവിക്കാൻ തൗഹീദ് ഉണ്ടായാൽ മതി, അല്ലാഹ് സഹായിക്കും. ഏതൊരു പ്രതിസന്ധിയെയും റഹ്മാനായ റബ്ബ് നമ്മെ സുരക്ഷിതമായി കാക്കുക തന്നെ ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നാളെ പരലോകത്തോ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അങ്ങ് ചെന്നാൽ റസൂലുള്ളാഹി ആരും സഹായിക്കാത്തൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പറ്റും. അസ്അദന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം കിട്ടുന്നവർ ആരാന്നറിയോ? മൻഖാല, ഒരുത്തം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, തീർന്നില്ലട്ടോ, അവിടെ അവസാനിച്ചിക്കണമെങ്കിൽ എല്ലാരും ശഫാഅത്ത് കിട്ടും. ഖാലിസൻ മിൻ ഖൽബിഹി, അവന്റെ മനസ്സിൽ ഇഖ്ലാസോട് കൂടി വേറെ ഒന്നിനെയും ചേർക്കാതെ അവനത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്.
അവനാണ് ശഫാഅത്ത് കിട്ടുക. റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗം ഉറപ്പായും കിട്ടും. മൻ മാത്ത, ഒരാൾ മരിച്ചു, വഹുവ യഅലമു, അവൻ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ശരിക്ക് പഠിച്ചിട്ടുണ്ട്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗാവകാശിയാകും. വിശ്വാസികളെ, നമ്മുടെ നാട്ടിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ് എല്ലാവരും. മുസ്ലിം സമുദായത്തിലെ എല്ലാ ആളുകളും വണ്ടിമ സ്റ്റിക്കർ ഉണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുന്നിടത്തുണ്ട്, പള്ളിയിലുണ്ട്, എല്ലായിടത്തും. പക്ഷേ 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് പ്രവാചകന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തത് അവരങ്ങനെ കേട്ട് പഠിച്ചു പറഞ്ഞൊരു തൗഹീദുണ്ട്. അന്നവർ ജീവിച്ച നാട്ടിൽ മുശ്രിക്കീങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്. നമ്മൾ ജീവിച്ചതുപോലെ ബഹുസ്വരമായ ഒരു സമൂഹത്തിലാണ്, ബഹുമത സമൂഹത്തിലാണ് അവർ ജീവിച്ചത്. അതിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൽ നിന്ന് അവർ കേട്ടറിഞ്ഞൊരു വാക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സ്നേഹിക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആദരിക്കണം, ഇബ്രാഹിമിയെ സ്വലാത്ത് ചൊല്ലണം. പക്ഷേ യാ ഇബ്രാഹിം എന്ന് വിളിച്ചുകൂടാ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞുകൂടാ. അവർ പഠിച്ചു അത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകൻ മരിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് പോലും യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ കാക്കണേ എന്നവർ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ഇതാണ് ശൈത്താന്റെ കളി, ശൈത്താന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പിടിച്ചവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പറയുമ്പോഴാണ് അവൻ വിജയിക്കുന്നത്. എതിരെ പറയുന്നവൻ നരകത്തിന്റെ അവകാശിയാകുമ്പോഴാണ് അവൻ പൊട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നെഞ്ചോട് ചേർക്കുന്നവരാണെങ്കിൽ അവൻ നമ്മിൽ നിന്ന് ഭയത്തോടു കൂടി മാറി നിൽക്കുന്നവനാണ്. നാം എവിടെ നിൽക്കുന്നു? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണ്ണം ചൊല്ലി പറഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാകണം നമ്മുടെ ജീവിതം. എങ്കിൽ നിർഭയത്വത്തോടു കൂടി റഹ്മാനായ റബ്ബിന്റെ സഹായം ലഭിക്കുന്നവരായി അള്ളാഹുവിന്റെ ഈ ദീനിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരിഹാസത്തോടു കൂടിയുള്ള ചോദ്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഓൻ പിന്നെ ശിർക്ക് ചെയ്യോ എന്ന്. അത് സംഭവിക്കൂലാന്ന് പിശാച് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു ആദർശമാണത്. റസൂലുള്ളാഹി പറഞ്ഞ ആദർശം എന്താ? ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ഖബീലകൾ മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഹത്താ യഅബ്ദു അൽ ഔസാൻ, ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. ആരെക്കുറിച്ചാ പറഞ്ഞത്? എന്റെ ഉമ്മത്തിനെ കുറിച്ച്. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത എറുമ്പ് അരിച്ചു പോണ കാണാൻ പറ്റില്ലല്ലോ. അത്ര കോപ്യമായി നിങ്ങൾ അറിയാതെ ഷിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആക്സിഡന്റ് ആകുന്നത് നമ്മൾ പേടിക്കണില്ലേ? എത്ര ശ്രദ്ധിച്ച നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. ഒന്ന് മയങ്ങോന്ന് പേടിച്ച വണ്ടി ഓഫ് ചെയ്ത് ഉറങ്ങിട്ട് പോകും അല്ലെ? വണ്ടി ഒന്ന് വേഗത കൂടി അടുത്ത ആള് പറയും ഒന്ന് കുറക്കടാ. എന്തേ? ആക്സിഡന്റ് അത്ര പേടിയാണ്. സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു ആക്സിഡന്റ് ആണ് കേട്ടോ. എന്ന് പറയുന്ന ശബ്ദത്തിൽ മരണപ്പെട്ടു പോകും നമ്മൾ. അതുപോലെ ജാറത്തിലോ തങ്ങളെടുത്തും ബീവരത്തും ജോസിലത്തും പോയിരിക്കെ ആണ് മരണപ്പെട്ടു പോകണം. ആലോചിച്ച് നോക്ക്. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ മരണപ്പെട്ടു പോകുന്നു. ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോകണമെന്ന് ആലോചിക്കുക. പേടിക്കണം നമ്മള്. ഈ നിമിഷം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള ആരാധന,
അള്ളാഹുവിനോടുള്ള സുജൂദ് അത് വേറെ ആർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അത് അള്ളാഹു മാത്രം. അതെന്തിനെന്നറിയാം? അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു വെച്ചതാ. അള്ളാന്റെ മാർഗത്തിലല്ലാത്തൊരു നേർച്ച നമുക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹ് എന്ന പേരിലെ സത്യം ചെയ്യലല്ലാതെ വേറെ സത്യം ചെയ്യൽ പറഞ്ഞിട്ടില്ല. ഐക്കല്ലും ഏലസും നൂലും ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക. നൂല് കെട്ടിയവൻ, ഐക്കല്ല് കെട്ടിയവൻ, അതിൽ ഭരമേൽപ്പിച്ചവൻ ശിർക്ക് ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗം തന്നെ നിഷിദ്ധമായി പോകുന്ന ഈ ഹറാമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പിന്മാറി, നമ്മുടെ കുടുംബത്തെ പിന്മാറ്റി, നമ്മുടെ കുടുംബാംഗങ്ങളെ മാറ്റി ഈ നാടിനെ അള്ളാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുക എന്ന ദൗത്യം നമ്മൾ നിർവഹിക്കണം. ഇത് തെറ്റിപ്പോകാം, നമ്മൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം പരീക്ഷണങ്ങൾ അങ്ങനെയും വരാലോ. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂലുള്ള സദാസമയം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക. അല്ലാഹ്, നിന്നിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിനെ, അന അഅലം, അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിനെ, അല്ലാഹുവേ ഞാനിതാ അതിൽ നിന്ന് ശരണം തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിയാതെ, അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോ അങ്ങനെ വാക്കോ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. പടച്ചോനെ, അതുപോലും എന്നിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നോട് ശരണം തേടുന്നു. സംഭവിച്ചാൽ അതാ എനിക്ക് പുറത്തു തന്നെ. ഈ പ്രാർത്ഥന പോലും പഠിക്കാൻ ശൈത്താൻ നമ്മളെ അയക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തെ, നമ്മുടെ നാടിനെ നോക്കി നമുക്ക് പറയാൻ പറ്റണം, എവിടെയാണ് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്കൊരു ഇസ്സത്തുള്ളവരായി മാറാൻ പറ്റുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം അത് പരിപൂർണമായ ജീവിതത്തിൽ പാലിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇറങ്ങി പുറപ്പെട്ടാൽ നാഥൻ സഹായിക്കും. അല്ലാത്തവരെ സഹായിക്കാൻ അള്ളാഹ്ക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് അള്ളാഹു ബാധ്യത ഏറ്റെടുക്കുന്ന മുഅ്മിനീങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പഠനവും അതനുസരിച്ചുള്ള ജീവിതവും നമുക്ക് അനിവാര്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഒരുമിച്ച് കൂടുവാനുള്ള മഹാ തൗഫീഖ് ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ദീനിനു വേണ്ടി ജീവിക്കുകയും ജീവിതത്തിൽ ദീൻ പകർത്തി മുന്നോട്ട് പോവുകയും അഭിമാനത്തോടു കൂടി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സകലമാന തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൃപ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ എല്ലാം റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.